ഞങ്ങൾ വളരെ നാളുകളായിട്ട് ഛത്തീസ്ഗഡിൽ ദുർഗ് ഡിസ്ട്രിക്റ്റിലെ ബിലായിലാണ് താമസം. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിയുന്നത് ഒരു പോളിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. പൊട്ടാസ്യത്തിൻ്റെ ലെവൽ ക്ലിയർ ചെയ്യുക, എന്നിട്ടേ സർജറി ചെയ്യത്തുള്ളത്. നേരത്തുള്ള സർജറി ചെയ്യുകയും അമ്മ വളരെ നന്നായിട്ട് റിക്കവർ ചെയ്യുകയും അമ്മയുടെ പൊട്ടാസ്യം ലെവൽസ് പിന്നീട് ടാബ്ലറ്റ്സ് ഇല്ലാതെ തന്നെ കറക്റ്റഡ് ആവുകയും ചെയ്യും. എൻ്റെ പേര് ചന്ദ്രബാബു, ഇതെൻ്റെ മിസ്സസ് ജയാസി ബാബു. ഞങ്ങൾ വളരെ നാളുകളായിട്ട് ഛത്തീസ്ഗഡിൽ ദുർഗ് ഡിസ്ട്രിക്റ്റിലെ ബിലായിലാണ് താമസം. ഞങ്ങളുടെ വീട് അമ്പലപ്പുഴ കരുമാടിയിലാണ്. ഞങ്ങൾ ആക്ച്വലി മെയിൻ വന്നത് ഗ്യാസ്ട്രോയുടെ പ്രോബ്ലത്തിന് വേണ്ടി വന്നതാണ്. ഇവിടെ ഇമോഷനൊന്നും ശരിയാകുന്നില്ലായിരുന്നു കുറച്ച് നാളായിട്ട്. അങ്ങനെ വന്നിട്ട് ഗ്യാസ്ട്രോയുടെ അരുൺ സാറിനായിട്ട് മീറ്റ് ചെയ്തു. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിയുന്നത് ഒരു പോളിപ്പ് ഉണ്ടെന്ന്, ഗ്ലാൻഡ് ബ്ലാഡറിൽ ചെറിയൊരു പോളിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സർജറിക്ക് വേണ്ടിയെല്ലാം പ്രിപ്പയറായി ഒരു 3 ദിവസം ഇവിടെ അഡ്മിറ്റായിരുന്നു. അഡ്മിറ്റായപ്പോഴും പൊട്ടാസ്യത്തിൻ്റെ ലെവല് ഭയങ്കരമായിട്ട് ഡൗൺ ആകുന്നു, 2 വരെ ആയി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഓപ്പറേഷൻ പോസ്റ്റ്പോൺ ചെയ്തിട്ട് ഇപ്പോൾ ആദ്യം പറഞ്ഞു പൊട്ടാസ്യത്തിൻ്റെ ലെവൽ ക്ലിയർ ചെയ്യുക, എന്നിട്ടേ സർജറി ചെയ്യത്തുള്ളത്. അങ്ങനെ രണ്ടാമത് ഞങ്ങൾ വന്നിട്ട് ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. 3-4 ദിവസം ഇവിടെ അഡ്മിറ്റായി. ആ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ 13-ാം തീയതിക്ക് ഡേറ്റ് തന്നിരുന്നു. ഇവിടെ വന്ന് അഡ്മിറ്റായി ആ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. എല്ലാം ഭംഗിയായി നടന്നു. ഇന്ന് ഡിസ്ചാർജ് ആകുകയാണ്. 20-ാം തീയതി ഡിസ്ചാർജ്. 13-ാം തീയതി അഡ്മിറ്റ് ആയതാണ്. ഇതെല്ലാം നോർമലാണ്. പ്രഷറും ഷുഗറും ഒക്കെ എപ്പോഴും നോർമലായി. നേരത്തെ ബ്ലഡ് പ്രഷറും ഉണ്ടായിരുന്നു, ഷുഗറും ഉണ്ടായിരുന്നു, കൂടി നിൽക്കുകയായിരുന്നു. ഡോക്ടർ അന്നേ പറഞ്ഞതാണ്, അരുൺ സാർ പറഞ്ഞു ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ പൊട്ടാസ്യം ലെവൽ 3-ന് മേലെയായി, 3+ ആയിരിക്കുക. അപ്പം നോർമലി ഓക്കെ. ഞങ്ങൾ ഇതിനു വേണ്ടി മാത്രമാണ് ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി മാത്രമാണ് ഇവിടെ വന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ കുമാർ, ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കൺസൾട്ടൻറ്റ് ഗ്യാസ്ട്രോ സർജനാണ്. അപ്പോൾ ഈ പറഞ്ഞ പേഷ്യൻ്റ് ആദ്യം എൻ്റെ അടുത്ത് വരുമ്പോൾ വലത് സൈഡിൽ വേദനയായിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കി പിത്തസഞ്ചിയിൽ പോളിപ്പുകൾ എന്ന് പറയുന്നത് ഉണ്ണികൾ ചെറിയ ട്യൂമർ പോലത്തെ അതാണെന്ന് കണ്ടെത്തുകയും അത് ഈ സാധാരണഗതിയിൽ എല്ലാ പോളിപ്പിനും സർജറി ചെയ്യേണ്ട, പക്ഷേ 1 സെൻറ്റിമീറ്ററിന് മുകളിലുള്ള പോളിപ്പുകൾക്ക് നമ്മൾ സാധാരണ സർജറിയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ബിക്കോസ് അതിന് ക്യാൻസറസ് പൊട്ടൻഷ്യലുണ്ട്, അതായത് പിന്നീട് ക്യാൻസറായി മാറാനുള്ള ഒരു അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുകയും അമ്മയെ ഞാൻ സർജറിക്ക് വേണ്ടി അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അമ്മയുടെ പൊട്ടാസ്യം അങ്ങോട്ട് കറക്റ്റഡ് ആവുന്നില്ല. അങ്ങനെ നമ്മൾ എൻഡോക്രൈൻ ഒപ്പീനിയൻ എടുത്തു, ഡോക്ടർ അമൽദേവ് കണ്ടു. പിന്നീട് നമ്മൾ കറക്ഷൻസ് കൊടുത്തു നോക്കിയിട്ടും പൊട്ടാസ്യം നോർമൽ ആകാത്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വീണ്ടും ഒരു CT സ്കാൻ ചെയ്തു. CT സ്കാൻ ചെയ്തപ്പോഴാണ് അമ്മയ്ക്ക് അഡ്രിനൽ ഗ്രന്ഥി എന്ന് പറയുന്നത് കിഡ്നിയുടെ മുകളിലായിട്ടുള്ള ഒരു ഗ്രന്ഥിയാണ്. ആ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ അളവ് വളരെ കൂടുതലായിട്ട് കണ്ടെത്തുകയും നമ്മൾ അഡ്രിനൽ വെയിൻ സാമ്പിളിങ് ഇവിടെ നടത്തുകയും അതിൽ റിപ്പോർട്ട് അബ്നോർമൽ ആയതുകൊണ്ട് പിന്നീട് നമ്മൾ അമ്മയുടെ അഡ്രിനൽ ഗ്ലാൻഡ് മൊത്തമായിട്ട് റിമൂവ് ചെയ്യാനായിട്ടുള്ള സർജറിക്ക് തയ്യാറെടുപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം അമ്മയെ അഡ്മിറ്റ് ചെയ്ത് നമ്മൾ കീഹോൾ മൂലമായിട്ട് അമ്മയുടെ അഡ്രിനൽ ഗ്ലാൻഡും അതുപോലെ തന്നെ പിത്തസഞ്ചിയിൽ ഓൾറെഡി പോളിപ്പ് ഉള്ളതുകൊണ്ട് അതിനും ചേർത്തുള്ള സർജറി ചെയ്യുകയും അമ്മ വളരെ നന്നായിട്ട് റിക്കവർ ചെയ്യുകയും അമ്മയുടെ പൊട്ടാസ്യം ലെവൽസ് പിന്നീട് ടാബ്ലറ്റ്സ് ഇല്ലാതെ തന്നെ കറക്റ്റഡ് ആവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ക്ലിനിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത് കോണ്ട് സിൻഡ്രോം അല്ലെങ്കിൽ പ്രൈമറി ഹൈപ്പർ ആൽഡോസ്റ്റിറോണിസം എന്ന് പറയും. അതായത് അഡ്രിനൽ ഗ്രന്ഥി നമുക്ക് വളരെ ആവശ്യമാണ്, അതിൻ്റെ ഹോർമോണുകൾ നമുക്ക് ഭയങ്കര ആവശ്യമാണ്. പക്ഷേ അത് ക്രമത്തിന് അതീതമായിട്ട് അത് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ പേഷ്യൻസിന് പൊട്ടാസ്യത്തിലെ വേരിയേഷൻസ് വരാം, ചിലപ്പോൾ ഭയങ്കരമായ BP കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പം 100 പേരെ എടുക്കുമ്പോൾ ചിലപ്പോൾ 6% ആൾക്കാർക്ക് ഇതുപോലെ ഈ പ്രൈമറി ഹൈപ്പർ ആൽഡോസ്റ്റിറോണിസം, അതായത് അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ ഓവർ ഫങ്ഷനിങ് കാരണമാവാം ചിലപ്പോൾ BP കൂടുന്നത്. അപ്പോൾ അത് CT സ്കാൻ മൂലമായിട്ട് അതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. മുഴുവനായിട്ടും നമുക്ക് ഈ ഹോളിൽ തന്നെ ഇത് റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവാലുവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എല്ലാവർക്കും BP ഉണ്ട്, പക്ഷേ നമ്മളെല്ലാവരും ഇവാലുവേറ്റ് ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനത്തെ പല റെയറായിട്ടുള്ള കണ്ടീഷൻസും BPക്ക് കാരണമാകാം. അതുപോലെ തന്നെ പൊട്ടാസ്യം വ്യതിയാനങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പൊട്ടാസ്യം ഹാർട്ടിൻ്റെ ബീറ്റിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിനറലാണ്. അതിൻ്റെ വേരിയേഷൻസ് വന്നാൽ പെട്ടെന്ന് നമ്മൾ ഈ പറയുന്ന പോലെ സൈലൻറ്റ് അറ്റാക്ക് അല്ല കാർഡിയാക് അറസ്റ്റൊക്കെ വരാം. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ മിസ് ചെയ്ത് പോകുന്ന ഇതുപോലത്തെ അഡ്രിനൽ ഗ്രന്ഥി പോലത്തെ ഗ്രന്ഥികളിൽ നിന്നുള്ള ട്യൂമർ കൊണ്ടും ആവാം. ഇതൊരു ജനറൽ അവയർനെസ്സിന് വേണ്ടി മനസ്സിലാക്കി വയ്ക്കുന്നത് നന്നായിരിക്കും.